നമസ്കാരം. BBC വാർത്തകൾ ആരംഭിക്കുന്നു. ആദ്യം പ്രധാന വാർത്തകൾ. ഇടുക്കിയിൽ പോലീസ് നടത്തിയ പരിശോധനയിൽ അനധികൃതമായി സ്ഫോടക വസ്തുക്കൾ സൂക്ഷിച്ച 3 പേരെ കൂടി അറസ്റ്റ് ചെയ്തു. ലഹരിക്കെതിരെ തൊടുപുഴയിൽ യുവജനങ്ങളെ അണിനിരത്തി മുസ്ലിം യൂത്ത് ലീഗ് ഇടുക്കി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നൈറ്റ് അലർട്ട് സംഘടിപ്പിച്ചു. മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് KMA ഷുക്കൂർ ഉദ്ഘാടനം ചെയ്തു. INTUC കുമാരമംഗലം മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ ധർണ നടത്തി. കോൺഗ്രസ് കുമാരമംഗലം മണ്ഡലം പ്രസിഡന്റ് അഡ്വക്കേറ്റ് സെബാസ്റ്റ്യൻ മാത്യു ധർണാ സമരം ഉദ്ഘാടനം ചെയ്തു. കേരള നഴ്സസ് ആൻഡ് മിഡ്വൈഫ്സ് കൗൺസിൽ തെരഞ്ഞെടുപ്പിൽ പ്രോഗ്രസീവ് നഴ്സസ് ഫോറം സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കുന്നതിനായി ജില്ലാ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ നടത്തി. KSKTU ജില്ലാ പ്രസിഡന്റ് KL ജോസഫ് ഉദ്ഘാടനം ചെയ്തു. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് INTUCയുടെ നേതൃത്വത്തിൽ കോട്ടപ്പടിയിൽ മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. INTUC ജില്ലാ എക്സിക്യൂട്ടീവ് മെമ്പർ CD മുഹമ്മദ് ഉദ്ഘാടനം ചെയ്തു. വാർത്തകൾ വിശദമായി. ഇടുക്കിയിൽ പോലീസ് നടത്തിയ പരിശോധനയിൽ അനധികൃതമായി സ്ഫോടക വസ്തുക്കൾ സൂക്ഷിച്ച 3 പേരെ കൂടി അറസ്റ്റ് ചെയ്തു. ഉപ്പുതറ കൽത്തൊട്ടി സ്വദേശികളായ ജോസഫ്, റോയി, പൂപ്പാറ സ്വദേശി ബിജു എന്നിവരാണ് പിടിയിലായത്. ഓപ്പറേഷൻ ഡി ഹണ്ടിന്റെ ഭാഗമായി ഇതിനോടകം 14 കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഇടുക്കിയിൽ മതിയായ രേഖകളില്ലാതെ സ്ഫോടക വസ്തുക്കൾ എത്തിച്ച ഈരാറ്റുപേട്ട സ്വദേശികളായ ഷിബിലി, ഇയാൾക്ക് സ്ഫോടക വസ്തുക്കൾ നൽകിയ മുഹമ്മദ് ഫാസിൽ എന്നിവരെ ചോദ്യം ചെയ്തതിന് പിന്നാലെയാണ് ഇവരിൽ നിന്ന് സാധനങ്ങൾ വാങ്ങിയ 3 പേർ കൂടി പോലീസിന്റെ പിടിയിലായത്. ജോസഫും റോയിയും 210 ഡിറ്റനേറ്ററുകളും ജലാറ്റിൻ സ്റ്റിക്കുകളുമാണ് വാങ്ങിയത്. ബിജുവിന്റെ വീടിന് സമീപത്ത് നിന്ന് 98 ഡിറ്റനേറ്ററുകളും 46 ജലാറ്റിൻ സ്റ്റിക്കുകളും കണ്ടെത്തി. കഴിഞ്ഞ ദിവസം മണ്ടൻമേട് പോലീസ് നടത്തിയ വാഹന പരിശോധനയിലാണ് ഷിബിലിയുടെ ജീപ്പിൽ നിന്ന് 300 ഡിറ്റനേറ്ററുകളും 200 ജലാറ്റിൻ സ്റ്റിക്കുകളും കണ്ടെടുത്തത്. ഈരാറ്റുപേട്ട നടക്കലിലെ ഗോഡൌണിൽ നടത്തിയ പരിശോധനയിൽ 8701 ഡിറ്റനേറ്ററുകളും 2604 ജലാറ്റിൻ സ്റ്റിക്കുകളുമടക്കം വൻ ശേഖരം പിടികൂടിയിരുന്നു. ഇടുക്കി, കോട്ടയം, പത്തനംതിട്ട ജില്ലകളിലെ അനധികൃത പാറമടകളിലേക്കാണ് സ്ഫോടക വസ്തുക്കൾ എത്തിച്ചതെന്ന നിഗമനത്തിലാണ് പോലീസ്. ഓപ്പറേഷൻ ഡി ഹണ്ടിന്റെ ഭാഗമായി ജില്ലയിൽ വ്യാപക പരിശോധനയും നടത്തി. 14 കേസുകളും രജിസ്റ്റർ ചെയ്തു. ബസ് സ്റ്റാൻഡുകൾ, മാർക്കറ്റുകൾ, റിസോർട്ടുകൾ, ഇതര സംസ്ഥാന തൊഴിലാളികൾ താമസിക്കുന്ന സ്ഥലങ്ങൾ എന്നിവിടങ്ങളിലും സംശയ കേന്ദ്രങ്ങളിലുമാണ് പരിശോധന നടത്തിയത്. ലഹരി മാഫിയക്കെതിരെ വരും ദിവസങ്ങളിൽ ശക്തമായ പരിശോധന തുടരുമെന്ന് ജില്ലാ പോലീസ് മേധാവി അറിയിച്ചു. ലഹരി വസ്തുക്കൾക്കെതിരായിട്ട് ജില്ലാടിസ്ഥാനത്തിൽ ഡി ഹണ്ട് ഓപ്പറേഷൻ നടന്നു വരുന്നുണ്ട്. സംസ്ഥാന പോലീസ് മേധാവിയുടെ നിർദ്ദേശപ്രകാരം ഡി ഹണ്ട് ഓപ്പറേഷനിൽ ഇപ്പോൾ ഒരുപാട് കേസുകൾ നമ്മൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ശക്തമായ നടപടിയാണ് ലഹരി മരുന്ന് മാഫിയക്കെതിരെ ഇടുക്കി ജില്ലാ പോലീസ് സ്വീകരിച്ചു വരുന്നത്. ഇന്നലെയും ശക്തമായ റെയ്ഡുകൾ പലയിടത്തും ജില്ലയിൽ ഒട്ടാകെ വിവിധ സ്ഥലങ്ങളിൽ റെയ്ഡുകൾ നടത്തിയിട്ടുണ്ട്. 15ഓളം കേസുകൾ നമ്മൾ ഇന്നലെ തന്നെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. 15 പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇനിയും ശക്തമായ നടപടികൾ നമ്മൾ തുടരുക തന്നെ ചെയ്യും. ജില്ലാ പോലീസ് മേധാവിയുടെ നേതൃത്വത്തിൽ സബ് ഡിവിഷൻ DYSPമാർ, SHOമാർ, K9 സ്ക്വാഡ്, ലഹരി വിരുദ്ധ ഡാൻസ് ഓഫ് അംഗങ്ങൾ എന്നിവർ ചേർന്നാണ് പരിശോധനകൾ നടത്തിയത്. കേസ് രജിസ്റ്റർ ചെയ്ത 6 പേരെ റിമാൻഡ് ചെയ്തു. ജാതി അടിസ്ഥാനത്തിൽ ഭാരത സെൻസസ് നടത്തണമെന്ന് സാമൂഹ്യ മുന്നേറ്റ സമിതിയുടെ നേതൃത്വത്തിൽ നടത്തിയ യോഗത്തിൽ ഭാരവാഹികൾ ആവശ്യപ്പെട്ടു. ഇതിനായി രാഷ്ട്രപതി, പ്രധാനമന്ത്രി, ഇന്ത്യൻ ചീഫ് ജസ്റ്റിസ്, പ്രതിപക്ഷ നേതാവ്, വിവിധ രാഷ്ട്രീയ പാർട്ടി നേതാക്കൾ എന്നിവർക്ക് ഭീമാ ഹർജി നൽകുന്നതിനും തുടർ പ്രവർത്തനങ്ങൾ നടത്തുന്നതിനും ഏപ്രിൽ 12-ന് പ്രമുഖരെ പങ്കെടുപ്പിച്ച് തൊടുപുഴയിൽ വിപുലമായ കൺവെൻഷൻ നടത്തുമെന്നും അവർ അറിയിച്ചു. കൺവീനർ ജെയിംസ് കൊലാനി യോഗം ഉദ്ഘാടനം ചെയ്തു.
രാജ്യത്തിന്റെ വികസന മുന്നേറ്റങ്ങൾക്ക് സെൻസസ് അടിസ്ഥാന രേഖയാണ്. കോവിഡ് കാരണം 2021 മാറ്റിവെക്കപ്പെട്ട സെൻസസ് ഇനിയും വൈകുന്നത് ഖേദകരമാണെന്ന് സാമൂഹ്യ ഏകോപന മുന്നേറ്റ സമിതി അഭിപ്രായപ്പെട്ടു. ജാതീയമായി മതപരമായി പിന്നോക്കം നിൽക്കുന്ന ആളുകൾ ജീവിതത്തിന്റെ സാമൂഹ്യ അവസ്ഥയിൽ എത്ര കണ്ട് പിന്നോക്കം നിൽക്കുന്നു എന്ന് ഇന്ത്യൻ ജനതയിൽ നിന്ന് ഈ പിന്നോക്കാവസ്ഥ അനുഭവിക്കുന്നവരെ കണ്ടെത്തുന്നതിന് വേണ്ടി ഇന്ത്യയിൽ 96,000 പേർ കൈകൊണ്ട് മലം വാരുന്ന ജനങ്ങൾ ജീവിക്കുന്ന ഈ ഇന്ത്യയിൽ ദുരിതം അനുഭവിക്കുന്നത് ആളുകളെ കണ്ടെത്തുന്നതിന് വേണ്ടി അവരെ തിരിച്ചറിയുന്നതിന് വേണ്ടി ഇന്ത്യയിൽ ജാതി സെൻസസ് നടപ്പാക്കണം എന്ന മുദ്രാവാക്യം ഉന്നയിച്ചുകൊണ്ട് ഏപ്രിൽ 12-ാം തീയതി തൊടുപുഴയിൽ വെച്ച് വൻപിച്ച ജനകീയ കൺവെൻഷൻ നടത്തപ്പെടുകയാണ്. ഈ കൺവെൻഷൻ മുൻപോട്ട് വയ്ക്കുന്ന മുദ്രാവാക്യം എന്ന് പറയുന്നത് ജാതി സെൻസസ് നടപ്പാക്കി സംവരണം നീതിപൂർവമാക്കണം എന്ന മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഏപ്രിൽ 12-ാം തീയതി തൊടുപുഴയിൽ വെച്ച് നടക്കുന്ന കൺവെൻഷനിലേക്ക് ഈ നാട്ടിലെ വിശാല ബഹുജനങ്ങളെ സ്നേഹപൂർവ്വം ഞങ്ങൾ ക്ഷണിക്കുകയാണ്, സ്വാഗതം ചെയ്യുകയാണ്. പിന്നോക്കം നിൽക്കുന്ന ജനവിഭാഗങ്ങളുടെ അവസ്ഥ ശരിയായി അറിയാൻ ജാതി തിരിച്ചുള്ള സെൻസസ് നടക്കണം. ഇതിനായി രാഷ്ട്രപതി, പ്രധാനമന്ത്രി, ഇന്ത്യൻ ചീഫ് ജസ്റ്റിസ്, പ്രതിപക്ഷ നേതാവ്, വിവിധ രാഷ്ട്രീയ പാർട്ടി നേതാക്കൾ എന്നിവർക്ക് ഭീമഹർജി നൽകുന്നതിനും തുടർ പ്രവർത്തനങ്ങൾ നടത്തുന്നതിനും ഏപ്രിൽ 12-ന് പ്രമുഖരെ പങ്കെടുപ്പിച്ച് തൊടുപുഴയിൽ വിപുലമായ കൺവെൻഷൻ നടത്തുന്നതിനും തീരുമാനിച്ചു. യോഗം കൺവീനർ ജെയിംസ് കോലാനി ഉദ്ഘാടനം ചെയ്തു. സമിതി ചെയർമാൻ ബേബി വടക്കേക്കര, കോർഡിനേറ്റർ കെ മണി, ബ്ലോക്ക് മെമ്പർ NK ബിജു, TJ പീറ്റർ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. ലഹരിക്കെതിരെ തൊടുപുഴയിൽ യുവജനങ്ങളെ അണിനിരത്തി മുസ്ലിം യൂത്ത് ലീഗ് ഇടുക്കി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നൈറ്റ് അലർട്ട് സംഘടിപ്പിച്ചു. മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് KMA ഷുക്കൂർ ഉദ്ഘാടനം ചെയ്തു. യൂത്ത് ലീഗ് ജില്ലാ പ്രസിഡന്റ് PS സുധീർ അധ്യക്ഷത വഹിച്ചു. മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടേറിയറ്റ് മെമ്പർ PM അബ്ബാസ് മാസ്റ്റർ ലഹരി വിരുദ്ധ പ്രഭാഷണം നടത്തി. നിരവധി വ്യക്തികൾ യോഗത്തിൽ സന്നിഹിതരായിരുന്നു. സർക്കാരിന്റെ നിഷ്ക്രിയത്വം മൂലം കേരളം ലഹരി മാഫിയയുടെ ഹബ്ബായി മാറുന്നുവെന്ന് മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് KMA ഷുക്കൂർ പറഞ്ഞു. ലഹരി വ്യാപനത്തിനെതിരെ സമൂഹ മനസാക്ഷി ഉണർത്തുന്നതിനും വർദ്ധിച്ചുവരുന്ന ലഹരി മാഫിയയുടെ അതിക്രമങ്ങൾക്ക് പ്രതിരോധം തീർക്കേണ്ട സർക്കാർ ഉറക്കം നടിക്കുന്നതിൽ പ്രതിഷേധിച്ചും തൊടുപുഴയിൽ യുവജനങ്ങളെ അണിനിരത്തി മുസ്ലിം യൂത്ത് ലീഗ് ഇടുക്കി ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ച നൈറ്റ് അലർട്ട് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സിനിമയാണ് ഈ ലഹരിക്ക് പ്രചോദനം നൽകുന്നത് എന്ന് പല ആളുകളും പ്രഖ്യാപിച്ചപ്പോൾ സിനിമാ നിർമ്മാതാക്കളുടെ സംഘടന യോഗം ചേർന്നിട്ട് പറഞ്ഞു, 2.5 കൊല്ലമായി സിനിമാ നടന്മാരുൾപ്പെടെ സിനിമാ പ്രവർത്തകരുൾപ്പെടെ ലഹരി മരുന്നുകൾക്ക് അടിമപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് നടപടി സ്വീകരിക്കണം എന്ന് ഗവൺമെന്റിന് 2.5 കൊല്ലങ്ങൾക്ക് മുമ്പ് മുന്നറിയിപ്പ് കൊടുത്തിട്ട് പോലും അങ്ങോട്ടേക്ക് ഈ ഗവൺമെന്റ് തിരിഞ്ഞു നോക്കിയിട്ടില്ല. ഇത് വസ്തുതാപരമായ കണക്കാണ്. എന്തിനാണ് ഒരു ഗവൺമെന്റ് ഇപ്പോ CPM-ന്റെ ഇടുക്കി ജില്ലയിലെ കർഷക സംഘത്തിന്റെ ലീഡർ 4 കിലോ കഞ്ചാവുമായി പിടിക്കപ്പെട്ടിട്ടുണ്ട്. കഴിഞ്ഞ പാർട്ടി സമ്മേളനത്തിൽ അദ്ദേഹം MM മണിയോടും ജില്ലാ സെക്രട്ടറിയോടും ഒപ്പം നിൽക്കുന്ന ചിത്രവും പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. നിങ്ങൾ കണ്ടതാണ്. 4 കിലോ കഞ്ചാവാണ്. അപ്പൊ ഈ രാജ്യത്ത് ലഹരി മരുന്നുകൾക്ക്, ലഹരി കഴിക്കുന്നവർക്ക് പൂർണ്ണമായ പിന്തുണ കൊടുക്കുന്ന ഗവൺമെന്റാണ്. കാരണം ഈ ഗവൺമെന്റ് അംഗീകരിക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പോഷകങ്ങളിലുള്ളവരൊക്കെ, പ്രത്യേകിച്ച് അവിടെ യുവജന വിഭാഗവും വിദ്യാർത്ഥി വിഭാഗവും ഒക്കെ അവരുടെ പ്രചോദനം ലഹരിയാണ്. അതുകൊണ്ടാണ് സഹോദരനെ കുത്തിമലർത്താൻ അവർക്ക് തോന്നുന്നത്. അവിടെ നേഴ്സിംഗ് വിദ്യാർത്ഥിയെ പീഡിപ്പിക്കുന്നത്. എന്താണ് സ്ഥിതി? ഒരാൾ തന്നെ ഒരു കുടുംബത്തിലെ 6 പേരെ കൊല്ലുക. പ്രതിഷേധത്തിന്റെ ഭാഗമായി റാലി നടത്തി. വടക്കുമുറി ജംഗ്ഷനിൽ നിന്നും ആരംഭിച്ച പ്രതിഷേധ റാലി മങ്ങാട്ടുകവല ബസ് സ്റ്റാൻഡ് പരിസരത്ത് പ്രത്യേകം സജ്ജമാക്കിയ വേദിയിൽ എത്തിച്ചേർന്നു. യൂത്ത് ലീഗ് ജില്ലാ പ്രസിഡന്റ് PH സുധീർ അധ്യക്ഷത വഹിച്ച പ്രതിഷേധ സംഗമത്തിന് ജനറൽ സെക്രട്ടറി PM നിസാമുദ്ദീൻ സ്വാഗതം ആശംസിച്ചു. മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടേറിയറ്റ് മെമ്പർ PM അബ്ബാസ് മാസ്റ്റർ ലഹരി വിരുദ്ധ പ്രഭാഷണം നടത്തി. മുസ്ലിം ലീഗ് ജില്ലാ ട്രഷറർ TK നവാസ്, സംസ്ഥാന പ്രവർത്തക സമിതി അംഗം സലിം കൈപ്പാടം, ജില്ലാ ഭാരവാഹികളായ TS ഷംസുദ്ദീൻ, മൊയ്തു കുനിയിൽ, റഹീം പഴേരി, മുസ്ലിം ലീഗ് തൊടുപുഴ നിയോജക മണ്ഡലം പ്രസിഡന്റ് AM ഹാരിദ്, ജനറൽ സെക്രട്ടറി MA കരീം, യൂത്ത് ലീഗ് സംസ്ഥാന പ്രവർത്തക സമിതി അംഗം EAM അമീൻ, STU ജില്ലാ പ്രസിഡന്റ് നൌഷാദ് വഴിക്കൽ പൊരീടം, ജനറൽ സെക്രട്ടറി മുഹമ്മദ് വാളക്കുണ്ടിൽ, പ്രവാസി ലീഗ് ജില്ലാ പ്രസിഡന്റ് TS ഷാജി, ജനറൽ സെക്രട്ടറി സക്കീർ മുണ്ടക്കൻ, മോട്ടോർ തൊഴിലാളി യൂണിയൻ ജില്ലാ പ്രസിഡന്റ് സക്കീർ ഇളമാക്കൽ, യൂത്ത് ലീഗ് ജില്ലാ ഭാരവാഹികളായ അൻഷാദ് കുറ്റ്യാനി, അജാസ് പുത്തൻപുര, സൽമാൻ ഹനീഫ്, OE ലത്തീഫ്, മുഹമ്മദ് ഷഹീൻ ഷാ, ഷിജാസ് കാരക്കുന്നേൽ, MM അൻസാരി, MSF ജില്ലാ പ്രസിഡന്റ് KM അജ്മൽ, ജനറൽ സെക്രട്ടറി ആഷിഖ് റഹീം, നേതാക്കളായ സുബൈർ ഇല്ലിക്കൽ, ഇബ്രാഹിം കപ്രാട്ടിൽ, PN ജാഫർ,
MP സലീം, അഡ്വക്കേറ്റ് CK ജാഫർ, അബ്ദു കുനിയിൽ, KA ഷാജി, ജാഫർ വഴിക്കൽ പുരയിടം, അസീസ് ഇലിക്കൽ, PK മൂസ, PN സിയാദ്, സലീം മാട്ടിയിൽ എന്നിവർ സംസാരിച്ചു. പ്രതിഷേധത്തിൽ യൂത്ത് ലീഗ് നേതാക്കളായ PN നൌഷാദ്, KM അജ്നാസ്, റിയാസ് പടിപ്പുര, KM നിഷാദ്, PB ഷെരീഫ്, PE നൌഷാദ്, നസീർ CA, VM ജലീൽ, MA സബീർ, ഷാഹുൽ കപ്രാട്ടിൽ, ഷാമൽ അസീസ്, PB അനസ്, ഫൈസൽ EM, അഷ്കർ ബിൻ ഷുക്കൂർ, MA ഷിഹാബ്, PM ബാവ, ആസാദ് സിദ്ദീഖ്, റിയാസ് KS, അൻസാർ കണിപ്പറമ്പിൽ, ഷെമീർ EA എന്നിവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. സെക്രട്ടേറിയറ്റിന് മുമ്പിൽ രാപ്പകൽ സമരം നടത്തുന്ന ആശാവർക്കർമാർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് INTUC കുമാരമംഗലം മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കുമാരമംഗലം ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് മുമ്പിൽ പ്രതിഷേധ ധർണ നടത്തി. കോൺഗ്രസ് കുമാരമംഗലം മണ്ഡലം പ്രസിഡന്റ് അഡ്വക്കേറ്റ് സെബാസ്റ്റ്യൻ മാത്യു ധർണാ സമരം ഉദ്ഘാടനം ചെയ്തു. INTUC മണ്ഡലം പ്രസിഡന്റ് ഖാദർ പാലമല അധ്യക്ഷത വഹിച്ചു. ഏത് വെല്ലുവിളി സാഹചര്യവും നേരിട്ടുകൊണ്ട് തുച്ഛമായ ശമ്പളത്തിന് മഴയെന്നോ വെയിലെന്നോ നോക്കാതെ ജോലി ചെയ്യുന്ന കേരളത്തിലെ ആശാവർക്കർമാരുടെ ഹോണറേറിയം വർദ്ധിപ്പിക്കണമെന്നും 5 വർഷം പൂർത്തിയാക്കിയ ആശാപ്രവർത്തകരെ സ്ഥിരപ്പെടുത്തുക, ഗ്രാറ്റുവിറ്റി പെൻഷൻ എന്നിവ നൽകുക, വിരമിക്കുമ്പോൾ 5 ലക്ഷം രൂപ നൽകുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടും സെക്രട്ടേറിയറ്റിന് മുൻപിൽ രാപ്പകൽ സമരം നടത്തുന്ന ആശാവർക്കർമാർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് INTUC കുമാരമംഗലം മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കുമാരമംഗലം ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് മുൻപിൽ പ്രതിഷേധ ധർണ നടത്തി. കോൺഗ്രസ് കുമാരമംഗലം മണ്ഡലം പ്രസിഡന്റ് അഡ്വക്കേറ്റ് സെബാസ്റ്റ്യൻ മാത്യു ധർണാ സമരം ഉദ്ഘാടനം ചെയ്തു. യോഗത്തിൽ INTUC മണ്ഡലം പ്രസിഡന്റ് ഖാദർ പാലമല അധ്യക്ഷത വഹിച്ചു. DCC ജനറൽ സെക്രട്ടറി ലീലാമ ജോസ്, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഗ്രേസി തോമസ്, മെമ്പർമാരായ സജി ചെമ്പകശ്ശേരി, സാജൻ ചിമ്മിണിക്കാട്ട്, KG സിന്ധുകുമാർ, ശാലിനി ശശി, മേരി ജോസ്, ആസിയ ഫൈസൽ, സന്ധ്യ ജോജി, ഫൈസൽ വെള്ളികുളം, ബിജു മാനുവൽ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കുമാരമംഗലം. FSCTയുടെ നേതൃത്വത്തിൽ വനിതാ ദിനം ആഘോഷിച്ചു. ഇതിന്റെ ഭാഗമായി സ്ത്രീപക്ഷ നവകേരളം മാറണം സാമൂഹികാവബോധം എന്ന മുദ്രാവാക്യമുയർത്തി സോഷ്യൽ സ്ട്രീറ്റ് സംഘടിപ്പിച്ചു. തൊടുപുഴ മുനിസിപ്പൽ മൈതാനിയിൽ സംഘടിപ്പിച്ച സോഷ്യൽ സ്ട്രീറ്റ് കർഷക സംഘം കേന്ദ്ര കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് K തുളസി ഉദ്ഘാടനം ചെയ്തു. FSCTO ജില്ലാ വനിതാ സബ് കമ്മിറ്റി ചെയർപേഴ്സൺ അപർണ നാരായണൻ അധ്യക്ഷത വഹിച്ചു. സാർവദേശീയ വനിതാ ദിനാചരണത്തിന്റെ ഭാഗമായി ജീവനക്കാരും അധ്യാപകരും FSETO നേതൃത്വത്തിൽ സ്ത്രീപക്ഷ നവകേരളം മാറണം സാമൂഹിക അവബോധം എന്ന മുദ്രാവാക്യമുയർത്തി തൊടുപുഴ മുനിസിപ്പൽ മൈതാനത്ത് സോഷ്യൽ സ്ട്രീറ്റ് സംഘടിപ്പിച്ചു. സാംസ്കാരിക പാരമ്പര്യവും ജനാധിപത്യവും കൊട്ടിഘോഷിക്കുമ്പോഴും സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങൾ രാജ്യത്ത് വർദ്ധിക്കുകയാണ്. ലോകത്ത് സ്ത്രീകൾ തീരെ സുരക്ഷിതരല്ലാത്ത 5 രാജ്യങ്ങളിലൊന്ന് ഇന്ത്യയും ഉൾപ്പെട്ടിട്ടുണ്ട് എന്നത് ഞെട്ടിക്കുന്ന വസ്തുതയാണെന്നും യോഗത്തിൽ ഭാരവാഹികൾ പറഞ്ഞു. തൊടുപുഴ മുനിസിപ്പൽ മൈതാനിയിൽ സംഘടിപ്പിച്ച സോഷ്യൽ സ്ട്രീറ്റ് കർഷക സംഘം കേന്ദ്ര കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് K തുളസി ഉദ്ഘാടനം ചെയ്തു. വർണ്ണവെറിക്കെതിരെയുള്ള പോരാട്ടം ലോകത്ത് നടക്കുമ്പോൾ പലരും മാർച്ചിട്ടാണ് അതിനുവേണ്ടി 10,000-കണക്കിന് സ്ത്രീകൾ രംഗത്തിറങ്ങി പോരാടിയിട്ടുണ്ട്. ഫാസിസ്റ്റ് ഫ്രാങ്കോയ്ക്കെതിരെയുള്ള പോരാട്ടം മാർച്ചെട്ടിന് തുടക്കം കുറിച്ചിട്ടുണ്ട്. അങ്ങനെ ഒട്ടേറെ സംഭവങ്ങൾ. പിന്നീട് മാർച്ചെട്ടിന് ഒരു പ്രത്യേക ദിവസമായി തന്നെ ഈ സ്ത്രീ തൊഴിലാളികൾ കണക്കിലെടുത്ത് പോരാട്ടങ്ങൾക്ക് പ്രക്ഷോഭങ്ങൾക്ക് ഇറങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ് ചരിത്രം പറയുന്നത്. 1911 വിമൻസ് ഇന്റർനാഷണലാണ് ആദ്യമായി ക്ലാരാസത്തിനെ പോലെയുള്ള കമ്മ്യൂണിസ്റ്റുകാരല്ലേ സോഷ്യലിസ്റ്റ് ആശയത്തിന്റെ വക്താക്കൾ സ്ത്രീകൾക്കൊരു ദിനം വേണമെന്ന ആശയം തന്നെ മുന്നോട്ട് വെക്കുന്നതും. അത് ഞങ്ങൾ പറയുന്നു, ഇങ്ങനെ ഒട്ടേറെ സമരങ്ങൾക്ക് നേതൃത്വം കൊടുത്തിട്ടുള്ള സ്ത്രീകൾ നേതൃത്വം കൊടുത്ത മാർച്ചിട്ട് തന്നെ വേണമെന്ന നിർദ്ദേശം വരുന്നത്. എന്തായാലും പിന്നീട് അത് ഐക്യരാഷ്ട്രസഭയൊക്കെ അംഗീകരിക്കുകയും ലോകരാജ്യങ്ങളെല്ലാം അതിനെ റാറ്റിഫൈ ചെയ്യുകയും ഇന്ന് ലോകമെമ്പാടും മാർച്ച് 8 സർവ്വദേശീയ ഇന്റർനാഷണൽ വിമൻസ് ഡേ, സർവ്വദേശീയ വനിതാ ദിനം എന്ന രീതിയിൽ 2 തരത്തിൽ പറയുന്നുണ്ട്. വനിതാ ദിനം ആചരിക്കപ്പെടുന്നുണ്ട്, നമ്മളെപ്പോലെ ആചരിക്കുന്നവരുണ്ട്. പക്ഷെ പല വെസ്റ്റേൺ കൺട്രീസിലും പല അതുപോലെയുള്ള രാജ്യങ്ങളിലും നിങ്ങൾ നോക്കിയോ ഇനി വർത്തമാന പത്രങ്ങളിലെല്ലാം കാണാം. വനിതാ ദിനം ആചരിക്കുകയായിരിക്കില്ല, പലപ്പോഴും പലരും അത് ആഘോഷിക്കുകയായിരിക്കും. അല്ലേ? വനിതാ ദിനം ആഘോഷിച്ചു. FSCTO ജില്ലാ വനിതാ സബ് കമ്മിറ്റി ചെയർപേഴ്സൺ അപർണ നാരായണൻ അധ്യക്ഷത വഹിച്ചു. FSCTO ജില്ലാ സെക്രട്ടറി CS മഹേഷ് സ്വാഗതവും FSCTO വനിതാ സബ് കമ്മിറ്റി കൺവീനർ KA ബിന്ദു നന്ദിയും പറഞ്ഞു. FSCTO ജില്ലാ പ്രസിഡന്റ് KR ഷാജിമോൻ, KGNA സംസ്ഥാന വൈസ് പ്രസിഡന്റ് MR രജനി, KGOA ജില്ലാ പ്രസിഡന്റ് CK ജയശ്രീ എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. അന്താരാഷ്ട്ര തീർത്ഥാടന കേന്ദ്രമായ മലയാറ്റൂർ കുരിശുമൂടിയിൽ മലകയറ്റം ആരംഭിച്ചു. മലയാറ്റൂർ കുരിശുമൂടി വൈസ് റക്ടറും മലയാറ്റൂർ സെന്റ് തോമസ് പള്ളി വികാരിയും കൂടിയായ ജോസ് ഓഴലക്കാട്ട് നേതൃത്വം നൽകി. നിരവധി പേർ പങ്കെടുത്തു.
അന്താരാഷ്ട്ര തീർത്ഥാടന കേന്ദ്രമായ മലയാറ്റൂർ കുരിശുമൂടിയിൽ മലകയറ്റം ആരംഭിച്ചു. മലയാറ്റൂർ കുരിശുമുടി വൈസ് റെക്ടറും മലയാറ്റൂർ സെന്റ് തോമസ് പള്ളി വികാരിയും കൂടിയായ ജോസ് ഓടലക്കാട് നേതൃത്വം നൽകി. വിമലഗിരി പള്ളി വികാരി പോൾ പടയാട്ടി, സെബിയൂർ പള്ളി വികാരി ഷെറിൻ പുത്തൻപുരയ്ക്കൽ, കുരിശുമുടി സ്പിരിച്വൽ ഫാദർ ജോസ് വടക്കൻ, മലയാറ്റൂർ പള്ളി അസിസ്റ്റന്റ് വികാരി നിഖിൽ മുളവരിക്കൽ, മലയാറ്റൂർ പള്ളി ട്രസ്റ്റി ജോയി മുട്ടൻതോട്ടിൽ, തോമസ് കരോട്ടപ്പുറം, അഗസ്റ്റിൻ വെല്ലൂരാൻ, വിമലഗിരി ഇല്ലിത്തോട്, സെബിയൂർ ഇടവകയിലെ കൈക്കാരന്മാർ, വൈസ് ചെയർമാൻമാർ തുടങ്ങിയവർ നേതൃത്വം നൽകി. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജോയി ആവുകാരൻ സന്നിഹിതനായിരുന്നു. കേരള നഴ്സസ് ആൻഡ് മിഡ്വൈഫ്സ് കൗൺസിൽ തെരഞ്ഞെടുപ്പിൽ പ്രോഗ്രസീവ് നഴ്സസ് ഫോറം സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കുന്നതിനായി ജില്ലാ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ തൊടുപുഴയിൽ നടത്തി. തൊടുപുഴ PWD റെസ്റ്റ് ഹൌസ് ഹാളിൽ ചേർന്ന കൺവെൻഷൻ KSKTU ജില്ലാ പ്രസിഡന്റ് KL ജോസഫ് ഉദ്ഘാടനം ചെയ്തു. FSCTU ജില്ലാ സെക്രട്ടറി CS മഹേഷ് അധ്യക്ഷത വഹിച്ചു. കേരള നഴ്സസ് ആൻഡ് മിഡ്വൈഫ്സ് കൗൺസിൽ തെരഞ്ഞെടുപ്പ് 4-ന് നടക്കുകയാണ്. ആരോഗ്യമേഖലയിലെ പ്രധാന സംഘടനകളായ കേരള NGO യൂണിയൻ, കേരള ഗവൺമെന്റ് നഴ്സസ് അസോസിയേഷൻ, കേരള ഗസറ്റഡ് ഓഫീസേഴ്സ് അസോസിയേഷൻ, കേരള നഴ്സസ് യൂണിയൻ എന്നിവർ സംയുക്തമായാണ് തിരഞ്ഞെടുപ്പിൽ പ്രോഗ്രസീവ് നഴ്സസ് ഫോറം എന്ന പാനലിൽ മത്സരിക്കുന്നത്. തൊടുപുഴ PWD റെസ്റ്റ് ഹൌസ് ഹാളിൽ ചേർന്ന കൺവെൻഷൻ KSKTU ജില്ലാ പ്രസിഡന്റ് KL ജോസഫ് ഉദ്ഘാടനം ചെയ്തു. കേരളത്തിൽ കഴിഞ്ഞ ഏതാനും വർഷമായിട്ട് എല്ലാ ദുഷ്ടശക്തികളും ഒരുമിച്ച് ചെയ്യുന്ന കാലമാണ്. ജനാധിപത്യത്തെ ദുർബലപ്പെടുത്താനും ജീവനക്കാരുടെയോ തൊഴിലാളികളുടെ അവകാശ സംരക്ഷണത്തിന് വേണ്ടി പോരാടുന്ന സംഘടനകളെ ഈഴ്ത്തി കാണിക്കാനും മുഖ്യധാര മാധ്യമങ്ങളും മുഖ്യധാര പ്രസ്ഥാനങ്ങളുമെല്ലാം മുമ്പോട്ട് വന്ന് ഒരു കാലത്തുമില്ലാത്തതിൽ തിരഞ്ഞെടുപ്പ് സമയത്തെല്ലാം ഞാനൂരിലും തലമുഖം പറഞ്ഞപോലെ കഴിഞ്ഞ നമ്മുടെ കൗൺസിൽ തെരഞ്ഞെടുപ്പിൽ നടക്കുമ്പോൾ എല്ലാ വിരുദ്ധ ശക്തികളും ഒരുമിച്ച് എന്നിട്ടും വളരെ അഭിമാനകരമായ വിജയമാണ് ഈ നഴ്സ് കൗൺസിലേക്ക് നമുക്ക് ഉണ്ടായത്. എന്നിരുന്നാലും ഏതാനും സീറ്റുകളൊന്നും നഷ്ടപ്പെട്ടു. അത് നഷ്ടപ്പെടരുത് എന്ന ആഗ്രഹത്തോടുകൂടി 2-3 മാസം മുമ്പ് തന്നെ അതിൻ്റെ പ്രവർത്തനങ്ങളിൽ ഏറ്റെടുത്തിരിക്കുന്ന നിങ്ങളെല്ലാവരെയും ഹൃദയംഗമായി അഭിനന്ദിക്കാൻ ഈ അവസരം ഞാൻ പ്രവർത്തിക്കുകയാണ്. FSCTU ജില്ലാ സെക്രട്ടറി CS മഹേഷ് അധ്യക്ഷത വഹിച്ചു. NGO യൂണിയൻ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം S സുനിൽകുമാർ, KSTA സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം AM ഷാജഹാൻ, KGNA സംസ്ഥാന വൈസ് പ്രസിഡന്റ് MR രജനി, പ്രോഗ്രസീവ് നഴ്സസ് ഫോറം സ്ഥാനാർത്ഥികൾ KS ലോലിത, SS ഹമീദ്, നിഷ സൂസൻ ഡാനിയൽ എന്നിവർ പ്രസംഗിച്ചു. KGNA ജില്ലാ സെക്രട്ടറി CK സീമ സ്വാഗതവും KGOA ജില്ലാ പ്രസിഡന്റ് CK ജയശ്രീ നന്ദിയും പറഞ്ഞു. NGO യൂണിയൻ ജില്ലാ ജോയിന്റ് സെക്രട്ടറി ജോബി ജേക്കബ് ചെയർമാനും, KSTA ജില്ലാ സെക്രട്ടറി MR അനിൽകുമാർ വൈസ് ചെയർമാനും, KGNA ജില്ലാ സെക്രട്ടറി CK സീമ കൺവീനറായും, KNU ജില്ലാ സെക്രട്ടറി സിനി അജുകുമാർ ജോയിന്റ് കൺവീനറായും, KGOA ജില്ലാ ജോയിന്റ് സെക്രട്ടറി ഷെല്ലി ജെയിംസ് ട്രഷററായും തെരഞ്ഞെടുപ്പ് കമ്മിറ്റി രൂപീകരിച്ചു. ന്യൂസ് ബ്യൂറോ തൊടുപുഴ. ലോകത്തിൽ തന്നെ അന്ധതയ്ക്കുള്ള രണ്ടാമത്തെ കാരണമായ ഗ്ലോക്കോമയെപ്പറ്റി ജനത്തെ ബോധവൽക്കരിക്കുവാൻ ഗ്ലോക്കോമ വാരം ആചരിക്കുന്നു. മാർച്ച് 10 മുതൽ 16 വരെയാണ് ഗ്ലോക്കോമ വാരം ആചരിക്കുന്നത്. ഗ്ലോക്കോമയെപ്പറ്റി തൊടുപുഴ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റലിലെ നേത്രരോഗ വിദഗ്ധ ഡോക്ടർ ഗീതു കുര്യൻ വിശദീകരിക്കുന്നു. ഹലോ എവരിവൺ, ഞാൻ ഡോക്ടർ ഗീതു കുര്യൻ, കൺസൾട്ടന്റ് ഗ്ലോക്കോമ ആൻഡ് ഫേക്കോ സർജൻ, അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ തൊടുപുഴ. ലോകമെമ്പാടുമുള്ള അന്ധതയ്ക്ക് പ്രധാനപ്പെട്ട കാരണം തിമിരമാണെങ്കിൽ രണ്ടാമത്തെ കാരണം എന്താണ്? ഗ്ലോക്കോമ. ലോക ഗ്ലോക്കോമ വാരത്തോടനുബന്ധിച്ച് ഗ്ലോക്കോമയെക്കുറിച്ച് നമുക്ക് കൂടുതൽ അറിയാം. വർദ്ധിച്ചു വരുന്ന കണ്ണിലെ മർദ്ദം മൂലം കാഴ്ച ഞരമ്പുകൾ അഥവാ ഒപ്റ്റിക് നാഡികൾക്ക് ക്ഷതമേൽക്കുകയും കാലക്രമേണ കാഴ്ച നശിച്ചു പോവുകയും ചെയ്യുന്ന ഒരവസ്ഥയാണ് ഗ്ലോക്കോമ. ആദ്യഘട്ടങ്ങളിൽ മുന്നറിയിപ്പ് നൽകാൻ നമുക്ക് പ്രത്യേകിച്ച് രോഗലക്ഷണങ്ങൾ ഉണ്ടാകണമെന്നില്ല. എന്നാൽ ഒരു ചിലർക്ക് കണ്ണിന് ചുറ്റുമുള്ള വേദന അനുഭവപ്പെടുക, തലവേദന, ഓക്കാനം, ഛർദി, കണ്ണിലെ ചുവപ്പ്, വശങ്ങളിലുള്ള കാഴ്ചക്കുറവ്, ഇടയ്ക്കിടെ കണ്ണാടി മാറ്റേണ്ട അവസ്ഥ എന്നിവ അനുഭവപ്പെടാറുണ്ട്. പാരമ്പര്യമായി ഗ്ലോക്കോമയുള്ളവർ, 40 വയസ്സിന് മുകളിലുള്ളവർ, പ്രമേഹമുള്ളവർ, അധികമായി ഹ്രസ്വദൃഷ്ടിയോ ദീർഘദൃഷ്ടിയോ ഉള്ളവർ, ദീർഘകാലം സ്റ്റിറോയിഡ് യൂസ് ചെയ്യുന്നവർ, പുക വലിക്കുന്നവർ, ഇവർക്കെല്ലാം അധികമായി രോഗസാധ്യത കൂടുതലാണ്. ഈ വിഭാഗത്തിൽപ്പെട്ടവരോ
അഥവാ നമ്മളിപ്പോൾ പറഞ്ഞ രോഗലക്ഷണങ്ങൾ അധികമായി അനുഭവപ്പെടുന്നവരോ സമഗ്രമായ ഗ്ലോക്കോമ നേത്ര പരിശോധന ചെയ്യേണ്ടത് ആവശ്യമാണ്. ഇതിൽ നമുക്ക് കണ്ണിലെ പ്രഷർ അഥവാ മർദ്ദം ടെസ്റ്റ് ചെയ്യും, കമ്പ്യൂട്ടർ ടെസ്റ്റ് അഥവാ വിഷ്വൽ ഫീൽഡ് ടെസ്റ്റ്, ഒപ്റ്റിക് നാഡി പരിശോധന, OCT എന്ന ഇമേജിംഗ് ടെസ്റ്റ് എല്ലാം ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഈ പരിശോധനകളിലൂടെ കണ്ണിൽ ഗ്ലോക്കോമ ഉണ്ടെന്ന് സ്ഥിരീകരിച്ചാൽ ഉടൻ തന്നെ ചികിത്സ എടുക്കണം. ചികിത്സകൾ പലതരമാണ്. കണ്ണിൽ തുള്ളിമരുന്നുകളായിട്ടും ലേസർ ചികിത്സകളായിട്ടും ശസ്ത്രക്രിയകളായിട്ടും ലഭ്യമാണ്. ഗ്ലോക്കോമ തുടക്കത്തിൽ തന്നെ കണ്ടെത്തി ചികിത്സകൾ നേടി ഇടവേളകൾ കൃത്യമായ പരിശോധനകൾ ചെയ്താൽ നമുക്ക് ഈ രോഗത്തെ നിയന്ത്രിക്കാനാകും, കാഴ്ച ഞരമ്പുകളെ രക്ഷിക്കാനാകും. ഗ്ലോക്കോമയെക്കുറിച്ചുള്ള ഈ കൊച്ചു വിവരങ്ങൾ മറ്റുള്ളവരിലേക്ക് പങ്കുവച്ച് നമുക്ക് ഗ്ലോക്കോമ വിമുക്തമായ ലോകത്തിനു വേണ്ടി കൈകോർക്കാം. എറണാകുളം ജില്ലാ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ വനിതാ ദിനം വിപുലമായി ആഘോഷിച്ചു. വനിതാ ദിനാഘോഷം മുൻ ഹൈക്കോടതി ജഡ്ജി ജസ്റ്റിസ് സോഫി തോമസ് ഉദ്ഘാടനം ചെയ്തു. നിരവധി വ്യക്തികൾ സന്നിഹിതരായിരുന്നു. ആഘോഷത്തിന്റെ ഭാഗമായി ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് LC ജോർജിന്റെ നേതൃത്വത്തിൽ ജില്ലാ പഞ്ചായത്ത് അംഗങ്ങൾ ചേർന്ന് ഒപ്പനയും അവതരിപ്പിച്ചു. ജില്ലാ പഞ്ചായത്ത് സഹൃദയ സർവീസസുമായി സഹകരിച്ച് നടത്തിയ വനിതാ ദിനാഘോഷത്തിലാണ് ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് LC ജോർജിന്റെ നേതൃത്വത്തിൽ ഒപ്പനയുമായി ജില്ലാ പഞ്ചായത്ത് അംഗങ്ങൾ ഒത്തുചേർന്നത്. വനിതാ ദിനാഘോഷം മുൻ ഹൈക്കോടതി ജഡ്ജി ജസ്റ്റിസ് സോഫി തോമസ് ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മനോജ് മൂത്തേടൻ, വൈസ് പ്രസിഡന്റ് LC ജോർജ്, സ്റ്റാൻഡിംഗ് ചെയർപേഴ്സൺ സനിത റഹീം, സഹൃദയ ഡയറക്ടർ ഫാദർ ജോസ് കുളുത്തുവെള്ളിൽ, ജില്ലാ പഞ്ചായത്ത് സെക്രട്ടറി PM ഷെഫീഖ്, ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ റഷീദ സലീം, അനിത, റൈജ അമീർ, ഷൈനി ജോർജ്, റാണിക്കുട്ടി ജോർജ്, ലിസി ജോർജ്, ഷൈമി വർഗീസ് എന്നിവരാണ് ഒപ്പനയിൽ പങ്കാളിയായത്. ആശാ വർക്കർമാരെ സ്ഥിരപ്പെടുത്തുക, പെൻഷൻ നൽകി ജീവിത സുരക്ഷ ഉറപ്പാക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് INTUCയുടെ നേതൃത്വത്തിൽ കോട്ടപ്പടിയിൽ മാർച്ചും ധർണയും നടത്തി. INTUC ജില്ലാ എക്സിക്യൂട്ടീവ് മെമ്പർ CD മുഹമ്മദ് ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് PV മൈദീൻ അധ്യക്ഷത വഹിച്ചു. കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് KK സുരേഷ് മുഖ്യപ്രഭാഷണം നടത്തി. ആശാവർക്കർമാരെ സ്ഥിരപ്പെടുത്തുക, പെൻഷൻ നൽകി ജീവിത സുരക്ഷ ഉറപ്പാക്കുക, വിരമിക്കൽ ആനുകൂല്യം നൽകുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് സംസ്ഥാനത്തെ മുഴുവൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് മുന്നിലേക്കും INTUCയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ മാർച്ചും ധർണയും സംഘടിപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് കോട്ടപ്പടി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പഞ്ചായത്തിന് മുന്നിലേക്ക് മാർച്ചും ധർണയും നടത്തിയത്. INTUC ജില്ലാ എക്സിക്യൂട്ടീവ് മെമ്പർ CD മുഹമ്മദ് ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് PV മൈദീൻ അധ്യക്ഷത വഹിച്ചു. കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് KK സുരേഷ് മുഖ്യപ്രഭാഷണം നടത്തി. ജിജി സാജു, MK വേണു, ജോസ് കൈതമന, സാബു വർഗീസ്, MV ബാലകൃഷ്ണൻ, ജോർജ്, ഷിബി റെജി, NM ഗോപി, റഹീം ഉപ്പുകണ്ടം, മത്തായി KK, AT ലൈജു, ആന്റണി കോട്ടപ്പടി, കുഞ്ഞു മുഹമ്മദ് കോലത്താൻ, ജീമോൻ, അജാസ് പാറക്കൽ, ഭാഗ്യരാജ് എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, കോട്ടപ്പടി. കവളങ്ങാട് സർവീസ് സഹകരണ ബാങ്കിന്റെ കെട്ടിട നിർമ്മാണത്തിലെ അഴിമതി പുറത്തു കൊണ്ടുവരണമെന്നതിനായി വിജിലൻസ് കോടതിയെ സമീപിക്കുമെന്ന് KPCC വൈസ് പ്രസിഡന്റ് VP സജീന്ദ്രൻ. ബാങ്കിന്റെ നിർമ്മാണത്തിലിരുന്ന കെട്ടിടം തകർന്നു വീണ സംഭവത്തിൽ കോൺഗ്രസ് പാർട്ടിയുടെ നേതൃത്വത്തിൽ നെല്ലിമറ്റത്ത് ബാങ്ക് ഹെഡ് ഓഫീസിലേക്ക് നടത്തിയ പ്രതിഷേധ മാർച്ചും ധർണയും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ബ്ലോക്ക് പ്രസിഡന്റ് ബാബു ഏലിയാസ് അധ്യക്ഷത വഹിച്ചു. കവളങ്ങാട് സർവീസ് സഹകരണ ബാങ്കിന്റെ നേര്യമംഗലത്ത് നിർമ്മിച്ച കെട്ടിടം തകർന്നു വീണ സംഭവത്തിൽ കോൺഗ്രസ് പാർട്ടിയുടെ നേതൃത്വത്തിൽ നെല്ലിമറ്റത്ത് ബാങ്ക് ഹെഡ് ഓഫീസിലേക്ക് നടത്തിയ പ്രതിഷേധ മാർച്ചും ധർണയും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ബാങ്ക് അഴിമതിയിൽ കുളിച്ചിരിക്കുകയാണ്. കെട്ടിട നിർമ്മാണത്തിൽ തന്നെ കോടിക്കണക്കിന് രൂപയുടെ അഴിമതിയാണ് നടന്നിരിക്കുന്നത്. അഴിമതിയെ ന്യായീകരിക്കുവാനുള്ള ശ്രമമാണ് ബാങ്കിന്റെ ഭരണസമിതിയിൽ നിന്നും ഉണ്ടാകുന്നത്. നിരവധി പരാതികൾ കൊടുത്തിട്ടും ഫലം കാണാത്തതിനാലാണ് വിജിലൻസ് കോടതിയെ സമീപിക്കാൻ തീരുമാനിച്ചത് എന്നും അദ്ദേഹം പറഞ്ഞു. കവളങ്ങാട് ബ്ലോക്ക് പ്രസിഡന്റ് ബാബു ഏലിയാസ് അധ്യക്ഷത വഹിച്ചു. KPCC സെക്രട്ടറി IK രാജു, UDF കൺവീനർ MS എൽദോസ്, സൈജൻ ചാക്കോ, ഗോപി മുട്ടത്ത്, PC ജോർജ്, CJ എൽദോസ്, അഡ്വക്കേറ്റ് PSA കബീർ, മഹിളാ കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റുമാരായ ജൈമോൾ ബേബി, ലിസി യാക്കോബ്, ഭാനുമതി രാജു, ഷജീല ജിയാസ്, ജിൻസിയ ബിജു, PR അജി, സണ്ണി കുര്യാക്കോസ്, ഹാൻസി ബോൾ, PM സിദ്ദിഖ്, ബെന്നി പോൾ, ബേബി മൂലയിൽ, ബേബി സേവ്യർ, ബാബു പോൾ, ജോളി മങ്ങാട്ട്, യൂസഫ് വാരപ്പെട്ടി, ലിനോ തോമസ്, അനൂസ് ജോൺ തുടങ്ങിയവർ പങ്കെടുത്തു.
ഇത്രമാത്രം ഒരു അനുമതി കാണിക്കാൻ പറ്റുമോ ഒരു ചെറിയ ഒരു സൊസൈറ്റിക്ക് എന്ന് ഞാൻ ചിന്തിച്ചു വന്നത്. പക്ഷെ ഒരു കാര്യം ബോധ്യപ്പെട്ടു. ഇന്നലെ ഞാൻ ആ കെട്ടിടം പണിത് നോക്കിയപ്പോൾ ഇത് ഷൈജന്റ് പറഞ്ഞതിനേക്കാൾ വലിയ അഴിമതിയാണ് അവിടെ നടന്നിട്ടുള്ളതെന്ന് മനസ്സിലാക്കാൻ കഴിയും. പല കെട്ടിട പണിക്കൊക്കെ നമ്മൾ പോയിട്ടുള്ളതാണ്. വെറുതെ സ്റ്റീൽ ട്യൂബ് പോലത്തെ ഒരു സാധനത്തിന്റെ അകത്ത് 3 നില കെട്ടിടം ഉയർത്താൻ ഏതോ ഒരു എഞ്ചിനീയർ കൊടുത്ത ഒരു പ്ലാനാണ് ഇവർ അംഗീകരിച്ചത്. ഇതുവരെ കേരളത്തിൽ അതുപോലുള്ള ഒരു സ്ട്രക്ചറിൽ ഒരു കെട്ടിടം പണിതായി ഞാൻ കണ്ടിട്ടില്ല. ന്യൂസ് ബ്യൂറോ, കോതമംഗലം. വനിതാ ദിനാഘോഷത്തിന്റെ ഭാഗമായി കീരമ്പാറ സെന്റ് സെബാസ്റ്റ്യൻസ് ഇടവക മാതൃവേദി യൂണിറ്റിന്റെ നേതൃത്വത്തിൽ വനിതകൾക്കായി ബോധവൽക്കരണ സെമിനാർ നടത്തി. ഇടവക വികാരി ഫാദർ മാത്യു കൊച്ചുപുരയ്ക്കൽ ഉദ്ഘാടനം നിർവഹിച്ചു. മാതൃവേദി കീരമ്പാറ യൂണിറ്റ് പ്രസിഡന്റ് ഡിംപിൾ ഷോജി അധ്യക്ഷത വഹിച്ചു. വനിതാ ദിനാഘോഷത്തിന്റെ ഭാഗമായി കീരമ്പാറ സെന്റ് സെബാസ്റ്റ്യൻസ് ഇടവക മാതൃവേദി യൂണിറ്റിന്റെ നേതൃത്വത്തിൽ വനിതകൾക്കായി ബോധവൽക്കരണ സെമിനാർ നടത്തി. ഇടവക വികാരി ഫാദർ മാത്യു കൊച്ചുപുരയ്ക്കൽ ഉദ്ഘാടനം നിർവഹിച്ചു. കുടുംബത്തിലും സമൂഹത്തിലും വനിതകൾ ചാലകശക്തിയാകേണ്ടതിനെക്കുറിച്ചും അമ്മമാർ പരസ്പര സഹായ സഹകരണങ്ങൾ വഴി കൂട്ടായ്മയിൽ ഒന്നിച്ചു മുന്നേറേണ്ടതിനെക്കുറിച്ചും അദ്ദേഹം ഉദ്ബോധിപ്പിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം റാണിക്കുട്ടി ജോർജ് ക്ലാസിന് നേതൃത്വം കൊടുത്തു. അതേപോലെ തന്നെ ദൈവത്തിനെ നമ്മളെ സൃഷ്ടിച്ചതാണ്. പുരുഷൻ ഉറങ്ങിക്കിടന്നപ്പോൾ അവന്റെ നട്ടലെടുത്ത് വാരിയലെടുത്ത്. ഈ വാരിയലിന് വലിയൊരു പ്രത്യേകത ഉണ്ട്, നിങ്ങൾക്കറിയാമോ? നമ്മുടെ ഹൃദയത്തോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഒരു ബോർഡ് എല്ല് ഏതാ? ഹൃദയത്തിന്റെ ഏറ്റവും അടുത്തുള്ള വാരിയലിനകത്താണ് ഹൃദയം ഇരിക്കുന്നത്. അപ്പൊ പുരുഷന്റെ ഹൃദയത്തിന്റെ ഏറ്റവും ചേർന്നിരിക്കുന്ന വാരിയലെടുത്താണ് നമ്മൾ പെണ്ണുങ്ങളെ ഉണ്ടാക്കിയെങ്കിൽ നമ്മൾ പുരുഷന്റെ ജീവിതത്തിന് ഏറ്റവും വലിയ താങ്ങും തണലുമാണ്. അങ്ങനെയുള്ള നമ്മളൊരു ബാധ്യതയാണ് ലോകത്ത്. ഒരിക്കലും നമ്മളൊരു ബാധ്യതയല്ല, നമ്മളൊരു സൗഭാഗ്യമാണ്. കുടുംബത്തിൽ ഭാര്യയും അമ്മയും എന്ന ഉത്തരവാദിത്തത്തിനപ്പുറത്തേക്ക് ഇന്നത്തെ വനിതകൾ ചിന്തിക്കേണ്ടതിന്റെ ആവശ്യകതയും അതിന്റെ വിവിധ സാധ്യതകളെപ്പറ്റിയും ക്ലാസ്സിൽ വിവരിച്ചു. മാതൃവേദി കീരമ്പാറ യൂണിറ്റ് പ്രസിഡന്റ് ഡിംപിൾ ഷോജി അധ്യക്ഷത വഹിച്ചു. കഴിഞ്ഞ 3 വർഷത്തെ പ്രവർത്തനത്തിന് രൂപതയിൽ നിന്ന് ലഭിച്ച മികച്ച അംഗീകാരത്തിന്റെയും വനിതാ ദിനത്തിന്റെ സന്തോഷത്തിന്റെയും ഭാഗമായി കേക്ക് മുറിച്ച് മധുരം പങ്കുവച്ചു. സാമൂഹ്യ രാഷ്ട്രീയ ഇടപെടലിനും പ്രത്യേകിച്ച് സ്ത്രീകളുടെ വിവിധ ആവശ്യങ്ങൾക്കും വേണ്ടി പോരാടുന്ന അംഗമെന്ന നിലയിൽ കീരമ്പാറ മാതൃവേദി ശാന്തമ്മ ജോർജിനെ ഷാളണിയിച്ച് ആദരിച്ചു. യൂണിറ്റ് ഭാരവാഹികളായ സിജി ജോണിച്ചൻ, ബീന സൈൻ, ടൈജി സാബി, ഹെലൻ ടൈറ്റസ്, ലൂസി ബെന്നി, നീതു സജി എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, കീരമ്പാറ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഇടുക്കിയിൽ പോലീസ് നടത്തിയ പരിശോധനയിൽ അനധികൃതമായി സ്ഫോടക വസ്തുക്കൾ സൂക്ഷിച്ച 3 പേരെ കൂടി അറസ്റ്റ് ചെയ്തു. ലഹരിക്കെതിരെ തൊടുപുഴയിൽ യുവജനങ്ങളെ അണിനിരത്തി മുസ്ലിം യൂത്ത് ലീഗ് ഇടുക്കി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നൈറ്റ് അലർട്ട് സംഘടിപ്പിച്ചു. മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് KMA ഷുക്കൂർ ഉദ്ഘാടനം ചെയ്തു. INTUC കുമാരമംഗലം മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ ധർണ നടത്തി. കോൺഗ്രസ് കുമാരമംഗലം മണ്ഡലം പ്രസിഡന്റ് അഡ്വക്കേറ്റ് സെബാസ്റ്റ്യൻ മാത്യു ധർണാ സമരം ഉദ്ഘാടനം ചെയ്തു. കേരള നഴ്സസ് ആൻഡ് മിഡ്വൈഫ്സ് കൗൺസിൽ തെരഞ്ഞെടുപ്പിൽ പ്രോഗ്രസീവ് നഴ്സസ് ഫോറം സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കുന്നതിനായി ജില്ലാ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ നടത്തി. KSKTU ജില്ലാ പ്രസിഡന്റ് KL ജോസഫ് ഉദ്ഘാടനം ചെയ്തു. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് INTUCയുടെ നേതൃത്വത്തിൽ കോട്ടപ്പടിയിൽ മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. INTUC ജില്ലാ എക്സിക്യൂട്ടീവ് മെമ്പർ CD മുഹമ്മദ് ഉദ്ഘാടനം ചെയ്തു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു.